ബബിതയ്ക്ക് അലീനോടിപ്പോൾ പണ്ടത്തെ ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹാരിയുടെ പ്രശ്നം വന്നതോടുകൂടി ബബിതയ്ക്ക് അലീനോട് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം കൊല്ലപ്പള്ളിക്കും പോവില്ല, ഞാൻ കടപ്പാട്ടൂരേക്കും പോവില്ല എന്ന് ഒറ്റ വാശിയിലാണ് വൈജ. അങ്ങനെ വൈജ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറി താമസിക്കുകയാണ്. ബബിതയെ രോഹിത്തും അതിൻ്റെ കൂടെ മുത്തശ്ശിയെ കൂടി അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നുണ്ട്. ഒരു ഹോം നേഴ്സിനെയും കൂടി ഏർപ്പാടാക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രാജീവനും അതുപോലെ ശിവനും ഗംഗേട്ടനും കൂടി 3 പേരും കൂടി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, 2 കുടുംബങ്ങളും ഇങ്ങനെ അറ്റുപോത്തേ ഉള്ളൂ എന്നൊക്കെ ഇവർ പറയാണ്. എന്ത് ചെയ്യാനാ, വൈജിയോട് എത്ര പറഞ്ഞാലും അവൾ അനുസരിക്കാൻ പോണില്ല. അവളോട് പറഞ്ഞ് ഞങ്ങളെ മടുത്തു എന്ന് രാജീവൻ പറയുന്നുണ്ട്. ശിവൻ പറയാണ്, ഞങ്ങൾ വിളിച്ചിരുന്നു, അവളോട് ഒന്ന് മയപ്പെട്ടു പോകാനൊക്കെ പറഞ്ഞതാ. അമ്മയോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഗംഗേട്ടൻ പറഞ്ഞായിരുന്നല്ലോ അമ്മയോട് ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞുവെന്ന്. അതുകൊണ്ട് തന്നെ അമ്മായും അവളെ കുറെ കൺവിൻസ് ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. അവള് അമ്മയുടെ തലയിൽ ചാടിക്കേറുക. എഴുന്നേറ്റ് നടക്കാറായില്ലെങ്കിലും ബാലേന്ദ്രൻ പറയുന്ന പോലെ അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എപ്പോഴും അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വൈകി തന്നെ വിചാരിക്കണം ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങണമെങ്കിൽ. അവളൊന്ന് സമാധാനപ്പെടുകയാണെങ്കിൽ തന്നെ ബാലേന്ദ്രൻ അത്ര കൂടി ഒതുങ്ങും. പക്ഷെ എന്ത് ചെയ്യാനാ, വൈജ ഒരു അണ പോലും വിട്ടുകൊടുക്കാൻ നിൽക്കില്ലല്ലോ. ഗംഗേട്ടാ, ഞങ്ങൾക്കിപ്പോ അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല. ഗംഗേട്ടനെ അറിയാലോ, ഇവിടെ ആകെപ്പാടെ എല്ലാം താറുമാറായി കിടക്കുക. അന്ന് വന്ന ശേഷം ഞങ്ങൾ ഒരുപാട് പാടുപെട്ടാ ഒന്ന് ക്ലച്ച് പിടിച്ച് നിൽക്കുന്നത്. ഗംഗേട്ടൻ ഇപ്പൊ ഇതായിട്ട് നിൽക്കുകയല്ലേ, ജോലിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് അവിടം വരെ ഒന്ന് പോയി അന്വേഷിച്ചൂടെ ഗംഗേട്ടാ? എന്ത് ചെയ്യാനാടാ, പറഞ്ഞിട്ടൊന്നും തലേ കേരളത്തെ സ്ഥാനത്തിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? പറഞ്ഞു മടുക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. നമുക്കെല്ലാവർക്കും കൂടി ഒറ്റ പെങ്ങളാണെന്ന് കരുതി ഒരുപാട് ലാളിച്ചും കുഞ്ഞിച്ചുമാണ് എല്ലാവരും അവളെ വളർത്തിയത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവും അവൾക്കുണ്ട്. ശരിയാ, ഞാനിപ്പോൾ റിട്ടയർഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കാനുണ്ട്. എപ്പോഴും അങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റുമോ? 10-12 മണിക്കൂർ യാത്രയില്ലേ? അവളുടെ അഹങ്കാരത്തിന് നമ്മളിങ്ങനെ കിടന്ന് അലയുന്നത്? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ രാജീവനാണെങ്കിൽ ഗംഗേട്ടനോട് പറയാണ്, എങ്ങനെയെങ്കിലും പോവാതിരുന്നാല് ഒരു രക്ഷയില്ല. അവിടെ ആകെപ്പാടെ താറുമാറായിക്കൊണ്ടിരിക്കുക. വൈജ പോയതോടുകൂടി ബാലൻ ഇപ്പോ യാതൊരു ബന്ധവും അവരുമായിട്ടുണ്ടാകുന്നില്ല. ശരി, ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഗംഗേട്ടാ, രോഹിത്തിന്റെയും അതുപോലെ ഹരിയുടെ ഒന്നും പോക്ക് അത്രയ്ക്ക് ശരിയല്ല. ബബിതയൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ അച്ഛനും അമ്മയും അവരുടെ കാര്യങ്ങളല്ലല്ലോ ശ്രദ്ധ. സ്വന്തമായിട്ട് വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും അല്ലേ അവർക്ക് താല്പര്യം. മക്കളെല്ലാം ഓരോ വഴിക്ക് പിഴച്ചു വെക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ രോഹിത്ത് അലീനോടുണ്ടായിരുന്നപ്പോ രോഹിത്തിന്റെ ബബിതനം കാര്യത്തില് ഒരു കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 പേരും വൈജിയുടെ കൂടെയല്ലേ. വൈജി ആണെങ്കിലോ എങ്ങനെ അലീനെ തോപ്പിക്കാം, എങ്ങനെ ബാലന്റെ എതിരെ പ്രവർത്തിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിള്ളേരുടെ ഭാവിയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തണം. ശിവൻ പറയുന്നുണ്ട്, അതെ, ഹരിയുടെ പോക്ക് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ഞാനും കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈയിടത്തെ അലയുടെ കേസ് തന്നെ നമ്മളെല്ലാം അറിഞ്ഞാണല്ലോ. അവനെ അങ്ങനെ കയറൊഴിടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കെട്ട് എല്ലാ ആണത്തിനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കമല പിന്നെ പരദൂഷണ ഏഷണിയല്ലാതെ അവളുടെ മുമ്പിൽ ഒന്നുമില്ല. മകനെ ശ്രദ്ധിക്കാൻ പോലും അവൾക്ക് സമയമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗേട്ടനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് വൈഫിനോട് കാര്യങ്ങളെല്ലാം പറയാണ്. നീ കൂടി വാ, നമുക്കെന്തായാലും ഒന്ന് നാട്ടിലൊക്കെ പോയിട്ട് വരാം. എങ്ങനെയെങ്കിലും 2 പേരെയും ഒന്ന് ഒരുമിപ്പിക്കണം. അപ്പോൾ വൈഫ് പറയുന്നുണ്ട്, നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? വൈജ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാല് എന്ത് ചെയ്യും? അവളുടെ പഴയ കാലത്തെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാലോ. എങ്കിൽ പിന്നെ കുറച്ചൊന്ന് ഒതുങ്ങി പോകുന്നതല്ലേ നല്ലത്. ബാലേന്ദ്രന്റെ മകളാണെങ്കിൽ ഇവക്കെന്താ കുഴപ്പം? ഇവളത്രയ്ക്കും പതിവ്രതയൊന്നും അല്ലല്ലോ. അപ്പോ ഗംഗേട്ടൻ പറയാണ്, അതിനിപ്പോ അവക്കറിയില്ലല്ലോ അത് അവളുടെ മകളാണെന്ന്. അതുകൊണ്ടല്ലേ ഈ കടമ്പിടുത്തമൊക്കെ. നിങ്ങൾ എന്തായാലും അവിടെ ചെന്ന് അവളോട് ശരിക്കും പറയണം. വേണമെങ്കിൽ തല്ലു കൊടുക്കണമെങ്കിൽ തല്ലും കൊടുക്കണം. അച്ഛൻ മരിച്ചില്ലേ, ഇനിയിപ്പോ നിങ്ങളാണ് കാരണവന്റെ സ്ഥാനത്തുള്ളത്. മൂത്തയേട്ടൻ നിങ്ങൾ തന്നെയാ. അവളെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒക്കെയുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സത്യങ്ങളെല്ലാം നമുക്കറിയാലോ. അവളോട് പോയിട്ട് ആഗ്രയിലെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ഒതുക്കാൻ ശ്രമിക്ക്. ഇങ്ങനെ 2 വീട്ടിലായാല് ശരിയാവില്ലല്ലോ. ബാലനാണെങ്കിലോ ഇപ്പൊ അവരെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നല്ലേ പറയുന്നത്. വൈജയെ കാണുന്നത് പോലും അവനിപ്പോ അറപ്പാ, വെറുപ്പാ.
വൈജയ്ക്ക് എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പായിക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണേലും നമുക്ക് പോവാം ഗംഗേട്ടാ, ഇവിടിപ്പത്തെ തിരക്കൊക്കെ നമുക്ക് മാറ്റിവെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോകാൻ വേണ്ടി തീരുമാനിക്കാണ്. അങ്ങനെ ഗംഗേട്ടനും വൈഫും കൂടി നേരെ ആദ്യം വരുന്നത് കൊല്ലപ്പള്ളിക്കാണ് കേട്ടോ. കൊല്ലപ്പള്ളി പിന്നെ കമലെ ഹാരിയല്ലേ ഉള്ളൂ. അവിടെ വന്ന് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോകാനായിട്ട് ഇങ്ങനെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ കമല് ചോദിക്കാണ്, അല്ല എങ്ങോട്ടേക്കാ? കടപ്പാട്ടൂരേക്കോ അതോ അവളുടെ വാടക വീട്ടിലേക്കോ? ഗംഗേട്ടൻ പറയുന്നുണ്ട്, കമലെ ഇതിനിടയിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, മറിഞ്ഞിരിക്കുന്ന ഒരുപാട് സത്യങ്ങൾ. അതൊന്നും അറിയാതെ ആരും പഴിക്കാൻ നിൽക്കണ്ട. അല്ല ഹരി എവിടെ? ഹരി കോളേജിൽ പോയിരിക്കുക. ഹരിയെക്കുറിച്ച് ഞങ്ങൾ കുറെ വാർത്തകളൊക്കെ അറിയുന്നുണ്ട്. അവനിന്ന് സൂക്ഷിച്ചാലേ നിനക്ക് കൊള്ളാം. എന്ത് പറയാനാ, ഹരിയെ കൂടെ ചീത്തയാക്കുന്നത് ആ രോഹിതാ. ഇവനെല്ലാം വിളമിച്ചു കൊടുക്കുന്നത്. പാവ ഹരിക്ക് ഒന്നും അറിയില്ല. അന്ന് അലിയുടെ പ്രശ്നം തന്നെ ആ രോഹിത് ഒപ്പിച്ച പണിയാ. അവന്റെ കയ്യിലില്ലാത്ത പണിയൊന്നുമില്ല. അപ്പോ ഗംഗേട്ടൻ പറയാണ്, അല്ലെങ്കിലും എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കളെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര വിശ്വാസ. കമലേട്ടത്തിയെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പം അറിയാം രോഹിത്താണോ സ്വന്തം മോനാണോ പിടിവിട്ട് നടക്കുന്നതെന്ന്. ഞങ്ങളെ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാ പറഞ്ഞത്, അല്ലാതെ സ്വന്തം മോന്റെ വാക്ക് മാത്രം കേട്ടിട്ടല്ല. എന്തായാലും ഞങ്ങൾ നേരെ കടപ്പാട്ടൂരേക്കാ പോണത്, വാ പോവാം എന്നും പറഞ്ഞുകൊണ്ട് വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഗംഗേട്ടൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് കേട്ടപ്പം കമലയ്ക്ക് ഉള്ളിൽ ആദ്യമായിട്ടോ. കമല അപ്പോൾ തന്നെ പോയിട്ട് ഹരിയുടെ മുറിയൊക്കെ നോക്കുകയാണ്. എന്തായാലും നമ്മുടെ ഗംഗേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒളിപ്പിച്ച നിലയിൽ കുറേ കള്ളുകുപ്പിയും സിഗരറ്റും അതുപോലെ ആവശ്യമില്ലാത്ത വസ്തുക്കളും അങ്ങനെ സിറിഞ്ചും അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവൾക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നുണ്ട്. മറ്റേ ബോക്സൊക്കെ കാണുമ്പോൾ തന്നെ ഇവനിങ്ങനെ പെൺകുട്ടികളായിട്ട് അടുപ്പമുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഇവളെ മനസ്സിലാക്കാണ്. എന്നിട്ടും ഒന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ, താൻ കൊഞ്ചിച്ച് തലയൊക്കെ വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇവൾ ആകെപ്പാടെ തകർന്നടിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ശരിക്കും അവളെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. തൻ്റെ മകനൊപ്പം ഇങ്ങനത്തെ ഡ്രഗ്സ് യൂസിങ്ങും മറ്റുള്ള പെൺകുട്ടികളുടെ അടുപ്പവും ബാക്കി എല്ലാ തരികിടപ്പണിയും ഉണ്ടെന്ന് അറിഞ്ഞ് ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് കമല. എന്തായാലും വന്നിട്ട് ഹരിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗേട്ടനും ഭാര്യയും കൂടെ കൂടിയിട്ട് കടപ്പാട്ടൂരേക്ക് ചെല്ലാണ്. ചെല്ലുമ്പം അവിടെ കൃഷ്ണമോളും അലീനയും ബാലേന്ദ്രനും ഉണ്ടായിരിക്കും കേട്ടോ. 3 പേരും കൂടി ചായ കുടിക്കായിരിക്കും. ഗംഗേട്ടനെ കണ്ടപാടെ പെട്ടെന്ന് തന്നെ കൃഷ്ണമോള് വെല്ലിച്ചാന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അലീന നിൽക്കുമ്പോൾ, എന്താ അലീന, ഞാൻ നിന്റെ വെല്ലിച്ചനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ചിരിക്കുന്നുണ്ട് കേട്ടോ. വാ കയറി വാ, ചായ എടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചായ വേണം, ഞങ്ങളിപ്പോൾ കൊല്ലപ്പള്ളിന്ന് വരിക, ചോറൊക്കെ ഉണ്ടോ, പിന്നെ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എത്തിയത് എന്ന് പറയാണ്. അല്ല എന്ത് പറഞ്ഞു കമലേട്ടത്തി? എന്ത് പറയാനാ, എപ്പോഴത്തെ പോലെ തന്നെ അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും വരുമ്പോൾ തന്നെ കൃഷ്ണമോക്കും അലീനയ്ക്കും 2 കവറുകൾ ഇങ്ങനെ കൊടുക്കാണ്. ഇത് എന്തായിരുന്ന് അല്ല ചോദിക്കുമ്പം, തുറന്നു നോക്ക്, നിനക്ക് കുറച്ച് ഡ്രസ്സാ. കൃഷ്ണമോക്കും എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൃഷ്ണയ്ക്കും ബബിതിക്കും രോഹിത്തിനൊക്കെ ഞാനങ്ങനെ എടുക്കാറുള്ളതാ. ഇനിയിപ്പോൾ എനിക്ക് ഒരു കുട്ടി കൂടി ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവൾ ചായ എടുക്കാൻ പോവാണ്. ഇവരും ഇരിക്കുന്നുണ്ട്. ചായ അങ്ങനെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ബാലനും പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളുടെ പെങ്ങൾ വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്തോ? ബാലേന്ദ്ര, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്നും കരുതരുത്, അതിനുള്ള അവകാശം എനിക്കില്ല. പക്ഷേ പറയേണ്ട കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. വൈജ അങ്ങനെ തലതെറിച്ചവളായിപ്പോയി, എന്ത് ചെയ്യാനാ? എല്ലാവരും കൂടെ കൊഞ്ചിച്ച് തലയെ കെട്ടി വെച്ചിരിക്കുക. കുട്ടിക്കാലം മുതലുള്ള വൈജയെ നിനക്കറിയാലോ. ഇപ്പോഴൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായത്. അവളുടെ എല്ലാ സ്വഭാവം എനിക്കറിയാം, പക്ഷെ ഇമ്മാതിരി സ്വഭാവം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാ. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അകന്ന് താമസിച്ചാലേ നശിക്കാൻ പോണത് നിങ്ങളുടെ മക്കളുടെ ജീവിതമാ. കൃഷ്ണമോളുടെ കാര്യത്തില് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയില്ല, പക്ഷെ രോഹിയും ബബിതയും അങ്ങനെയല്ല. അവരുടെ ജീവിതം നശിച്ചോണ്ടിരിക്കുക, നീ അത് മനസ്സിലാക്കണം. നശിക്കട്ടെ ഗംഗേട്ടാ, നശിക്കട്ടെ, നശിച്ചാലേ എനിക്കെന്താ കുഴപ്പം? അവളുടെ അമ്മയല്ലേ അവരെ കൊണ്ടുപോയിരിക്കുന്നത്, അവരെ നശിപ്പിക്കുന്നതും അവളുടെ അമ്മ തന്നെയാ. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞാല് എൻ്റെ കൂടെ നിൽക്കുന്ന മക്കളൊന്നും അല്ലല്ലോ, അവരെ അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഗംഗേട്ടൻ്റെ വൈഫ് പറയുന്നുണ്ട്, ബാല, പ്രശ്നങ്ങളെല്ലാം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. എന്നും വെച്ച് എത്ര നാളിങ്ങനെ അകന്ന് കഴിയാനാ? നിങ്ങൾക്ക് കുട്ടികളില്ലേ 3 പേര്. രോഹിത്തിനും ബബിതനും പോക്ക് അത്ര ശരിയല്ല. ആ ഹരിയുടെ കൂടെ കൂടി രോഹിത് നശിച്ചോണ്ടിരിക്കുക. അതുപോലെ തന്നെ ബബിതയ്ക്കും പല കണക്ഷനുണ്ട് പുറത്തായിട്ട്.
അവളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക ബാല. നീ എന്ന് മനസ്സിലാക്ക്. നിന്റെ മക്കളല്ലേ അവര്, അവരുടെ കാര്യം നീ നോക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടത്തി? പറ, ഞാൻ എന്ത് ചെയ്യണം? അവരെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ നോക്കിയാല് അവര് സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ വൈജ ആലീനുള്ള വീട്ടിലേക്ക് അവള് വരില്ലെന്നുള്ള ഒറ്റ വാശിയില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അവളുടെ അഹങ്കാരം എല്ലാം താഴെ വെച്ച് എന്നോടുള്ള മാപ്പൊന്നും പറയണ്ട. അഹങ്കാരം എല്ലാം ഒതുക്കി വെച്ച് ആലീനുള്ള വീട്ടില് അവളോടൊന്ന് ജീവിക്കാൻ പറ. എനിക്ക് ഒരു കുഴപ്പമില്ല. അവളിപ്പോഴും പറഞ്ഞതേ ആലിനെ എന്നെ മോശപ്പെടുത്തി സംസാരിക്കുന്നത് അവളുടെ സ്വന്തം മോളാണെന്നുള്ള കാര്യം അവൾ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് പറയാണ്, അതാ ബാല ഞാനും പറഞ്ഞത്, അവളുടെ മോളാണെന്നുള്ള കാര്യം അവക്കറിയില്ലല്ലോ. അവൾ നോക്കുമ്പോ സ്വന്തം ഭർത്താവ് വേറെ ആരെയോ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മോളാണെന്നൊക്കെ പറയുന്നു. അപ്പോ അവളുടെ മാനസികാവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ എന്റെ അവസ്ഥ എന്താ ചേച്ചി മനസ്സിലാക്കാത്തത്? ഞാനെന്താ ഒരു മനുഷ്യനൊന്നും അല്ലേ? സ്വന്തം ഭാര്യയ്ക്ക് 10-23 വർഷം മുമ്പ് ഏതോ ഓരോരുത്തരിന്ന് ഒരു കുട്ടിയുണ്ടായെന്ന് അറിയുന്ന എന്റെ അവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഓരോരുത്തർക്കും അനുഭവത്തിൽ വന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ കിടന്നോടെ ചെലച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാൻ പോണില്ല. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങള് വൈദ്യരുടെ അടുത്തേക്കാ പോണത്. എന്തായാലും അവസാനമായിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അവള് മാക്സിമം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം ദയവ് ചെയ്ത് ബാലൻ അവളെ ദേഷ്യപ്പെടുത്തരുത്. പിന്നെ ഞാൻ അവളുടെ കാലഴി വെള്ളം കുടിക്കണം കേട്ടാ ബാല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ലെ ഇവിടെ തന്നെ കാണും. പക്ഷെ ആ ഒരു കണ്ടീഷൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവരുള്ളൂ അവളെ. എങ്കിലും പഴയതുപോലെ ദയവ് ചെയ്ത് അവളെ നീ അവോയ്ഡ് ചെയ്യരുത്. അവോയ്ഡ് ചെയ്യുന്നതാ അവൾക്ക് സഹിക്കാനാവാത്തത്. അതും അലിയുടെ മുമ്പിൽ വെച്ചാവുമ്പോ മറ്റൊരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് അവളെ അവോയ്ഡ് ചെയ്യുന്നൊരു തോന്നലാ. നീ ഒന്ന് അവളുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ഗംഗേട്ടാ, എന്റെ ഭാഗത്തും ചിന്തിക്കാൻ ഈ ലോകത്ത് ആരും ഇല്ലല്ലോ. ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും എന്റെ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ഞാൻ പറയുന്നില്ലൊന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഴയതുപോലെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിൽ കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാ ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞത്. അവക്ക് ആ ഒരു സമയത്ത് അങ്ങനെ തെറ്റ് സംഭവിച്ചു പോയി. അതിൻ്റെ എല്ലാം പിന്നില് ഞങ്ങൾ ഒരു കാരണക്കാരാ, അച്ഛനും ഞങ്ങളും എല്ലാവരും. അന്നവള് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു പറഞ്ഞതാ, എല്ലാവരെയും കാല് പിടിച്ചതാ. ഈ കുഞ്ഞിനെ ഓർത്ത് അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ട്. അന്ന് അച്ഛനും ഞങ്ങളും എല്ലാം കൂടിയാ അവളെ നിർബന്ധിച്ച് ഈ വിവാഹം കഴിപ്പിച്ചത്. ഭർത്താവിനോട് പറഞ്ഞാൽ ഉണ്ടാകുമ്പോന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവളതൊരിക്കലും പറയാതെ എല്ലാം മറച്ചു വെച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നത്. ഇത്രയും വർഷമായില്ലേ ബാലേന്ദ്ര, ദയവ് ചെയ്ത് നീ അതെല്ലാം ഒന്ന് മറക്ക്, ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കാണ്. ഗംഗേട്ടൻ പറയാണ്, എന്നാ ശരി മക്കളെ, ഞങ്ങൾ പോവാ. ഞങ്ങൾ നേരെ ഇനി വൈദ്യരടുത്തേക്കാ പോണത്. അവിടെയും കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. എങ്ങനെയെങ്കിലും വൈദ്യനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാ ഞങ്ങളുടെ തീരുമാനം. ഈ ഒരു വരവിന്റെ ഉദ്ദേശം അത് തന്നെയാ. ഇത്രയും ദൂരം ഞങ്ങൾ വന്നതല്ലേ, എന്തായാലും അത് നടപ്പിലാക്കിയിട്ടേ ഇനി പോണുള്ളൂ എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. ഗംഗേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളുടെ പെങ്ങളല്ലേ, ഒരിക്കലും അവൾ വഴിക്ക് വരില്ല. അങ്ങോട്ടേക്ക് ഇപ്പൊ ചെന്ന് നോക്ക്, കാണാം. അത്രയും വയ്യാതെ കിടക്കുകയാണെങ്കിലും അവിടെ എണീച്ചിരുന്ന് വേണമെങ്കിൽ അവളെ ഗംഗേട്ടൻ അടിച്ചെന്ന് വരും. ആ ഒരു സ്വഭാവമല്ലേ അവളുടെ, അത് കയ്യിലിരിപ്പല്ലേ അവളുടെ എന്ന് ചോദിക്കാണ്. അങ്ങനെ ഇവരുടെ യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഗംഗേട്ടൻ നേരെ അവളുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അലീനയ്ക്കും കൃഷ്ണമോക്കും ഒക്കെ ഭയങ്കര സങ്കടമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. രോഹിത്തും ബബിതയും ഇവർ ചെല്ലുമ്പോഴേക്ക് ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പോലും വീട്ടിലേക്ക് വന്നിട്ടില്ല. ഗംഗേട്ടൻ വന്ന് ബെല്ലടിക്കുമ്പം ആ ഹോം നേഴ്സ് വന്ന് കഥ തുറക്കാണ്. ഗംഗേട്ടനും ഭാര്യയും കൂടി അകത്തേക്ക് കയറുമ്പം മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ വായിക്കായിരിക്കും കേട്ടോ, രാമായണമൊക്കെ വായിക്കായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഗംഗേട്ടനെ കണ്ട പാടെ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അമ്മയെന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നീ എന്താടാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എല്ലാരെയും ഒന്ന് കാണണം. പിന്നെ അമ്മയുടെ മകളുടെ കാട്ടിക്കൂടുന്ന കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാലോ. ഇപ്പോ തലമൂത്ര ആളായിട്ട് ഞാനല്ലേ കുടുംബത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാ ഇങ്ങോട്ടേക്ക് വന്ന് അവളെ മര്യാദ ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാൻ വന്നതാ. എടാ, ഞാനും പറഞ്ഞു മടുത്തു. സത്യങ്ങളെല്ലാം അവൻ അറിഞ്ഞുവെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പറയാതെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, അവള് അമ്പിന് വില്ലും അടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൾ അടുക്കോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, രോഹിത്തും ബബിത എവിടെ? അവരിതുവരെ വന്നില്ല. സമയം 6:30 ആയല്ലോ, ഇതുവരെ കോളേജ് വിട്ടില്ലേ? എന്റെ മോനെ, കോളേജൊക്കെ 4 മണിയാകുമ്പോൾ വിടും. പക്ഷെ രണ്ടുപേരും ഈ സമയം കഴിഞ്ഞ് എത്താറുള്ളൂ. വൈജിയാണെങ്കിലോ ചോദിച്ചാല് എന്തെങ്കിലുമൊക്കെ കാരണം അവർ പറയും. ക്ലാസ് ഇല്ലാത്ത സമയം പോലും രണ്ടെണ്ണം ഒരുങ്ങിക്കെട്ടി പോന്ന കാണാം. എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയില്ല. ആ ബബിതയ്ക്കാണെങ്കിലോ 24 മണിക്കൂർ ഫോണാ. ഈയിടെ രാത്രിയിലൊക്കെ ഞാൻ നോക്കിയപ്പോ ആരെയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തോണ്ടിരിക്കുക. രണ്ടുപേരെയും പോക്കൊന്നും അത്ര ശരിയല്ല.
ബാലേന്ദ്രനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാല് രണ്ടിനൊന്ന് വിരട്ടി നിർത്തിയാനേ. ഇതിപ്പോ വൈജയ്ക്കാണെങ്കിലോ അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ ചിന്ത, അല്ലാതെ മക്കളുടെ കാര്യത്തില് ഒരു നോട്ടമില്ല. ഞാൻ ആരോട് പറയാനാ, എന്ത് പറയാനാ എനിക്കറിയില്ല. എല്ലാവരും ഇടയിൽ കിടന്ന് ഞാൻ നക്ഷത്ര എണ്ണാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ബബിതയുടെ രോഹിത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ഉറപ്പിച്ചത് എല്ലാവരും കൂടി കടപ്പാട്ടൂരേക്ക് പോണത് തന്നെയാ നല്ലത്. ബാലേന്ദ്രന്റെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിലേ രോഹിത്തും ബബിതയൊക്കെ വഴിപഴിച്ച് പോവാതിരിക്കുള്ളൂ എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. അല്ലെങ്കിലേ അമ്മയ്ക്ക് പറ്റിയ പറ്റ് ഇനി നാളെ മോക്കും പറ്റും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഞാനെങ്കിലൊന്ന് വൈജടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി വൈജ അരികിലേക്ക് പോവാണ് കേട്ടോ. വൈജ അപ്പോ എഴുന്നേറ്റിരിക്കുന്നൊക്കെ ഉണ്ട്, പതിയെ പതിയെ നടക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയാണെങ്കിൽ ഇവരെ കണ്ട് ആഹാ ഗംഗേട്ടനോ എപ്പോഴാ വന്നെന്ന് ചോദിക്കാണ്. ഞാനിന്ന് രാവിലെ എത്തി, കൊല്ലപ്പള്ളിക്കും കടപ്പാട്ടൂരേക്കും പോയിട്ടാ വരുന്നത്. ഓ, എല്ലാവരെയും പോയി കണ്ടു കാണുമല്ലേ, എല്ലാരും വിശേഷങ്ങളൊക്കെ അറിയിച്ചു കാണുമല്ലോ. അറിയിച്ചു, എല്ലാരും അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ല, നീ ആരാന്ന് നിന്റെ വിചാരം, നിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്നാ ചേട്ടൻ പറയുന്നത്? ഞാനല്ലല്ലോ ചെയ്തത്, അയാളല്ലേ എവിടെയോ കിടന്ന് വൃത്തിയെ കൊണ്ട് വീട്ടിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് മകളാണ് പോലും. മകളൊന്നും അല്ല, അത് അയാളുടെ. ഞാൻ പറയുന്നില്ലൊന്നും. ചി, മിണ്ടാതിരിയടി എന്ന് പറയണ്ട ഗംഗേട്ടൻ. അല്ല, രോഹിത്തും ഭവിത എവിടെ? അവരിതുവരെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല. അല്ല, ഈ 6:45 വരെയൊക്കെ എവിടെയാ ക്ലാസ് വെക്കുന്നത്? രാത്രിയിലെ നിന്റെ മകളിൽ നിന്ന് വീഡിയോ കോളാ പലകുമാരെ. നിന്റെ മോനാണെങ്കിലോ ഒരു കൺട്രോളിലാ നടക്കുക. നീ ഇങ്ങനെ അലിനടെ ബാലതിന് പിന്നാലെ നടന്നോ? നിന്റെ മക്കളെ വഴിപഴിച്ച് പൊക്കോണ്ടിരിക്കുക. പോട്ടെ, ആർക്കാ നഷ്ടം? അച്ഛനോ ഇങ്ങനെ നടക്കുക, പിന്നെ എങ്ങനെ മക്കള് നടക്കാത്തത്? ഏതച്ഛൻ നടന്നുന്നാ നീ പറയുന്നത്? വേറെ ആരാ? എന്റെ ഭർത്താവ് തന്നെ. കണ്ടവറ പിന്നാലേക്ക് നടക്കുകയല്ലേ എന്ന് ചോദിക്കാണ്. അയാൾ ഇപ്പോഴും ഒരു കൊച്ചു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുകയല്ലേ, പിന്നെങ്ങനാ മക്കള് നന്നാവുന്നത്? നീ എന്ത് വൃത്തികേടാക്കിയ വൈജി പറയുന്നത്? അവന്റെ മകളല്ലേ അത്? നിനക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? എന്താ ഇങ്ങോട്ടേ പറഞ്ഞത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്ന് നമ്മുടെ അച്ഛൻ പോയിട്ട് അവിടുന്ന് ആ കൊച്ചിനെ കൊണ്ടുവരുന്നവരെ അയാൾക്ക് അങ്ങനെ ഒരു മകളെ അറിയത്തുകൂടിയില്ല. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നിട്ട് എത്രയോ തവണ ഞാൻ അവളെ അടിക്കുകയും ഇറക്കി വിടുകയും ഒക്കെ ചെയ്തതാ. അപ്പോഴും ഇയാള് ഒരു വാക്ക് മിണ്ടിയില്ല. പിന്നെ പെട്ടെന്ന് എങ്ങനെയാ പൊട്ടിമുളച്ചത് ഒരു മകൾ സ്നേഹം? എനിക്ക് ഉറപ്പാ ഇയാള് അവളെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട്. അവളെ ഇപ്പോ കല്യാണം കഴിക്കാൻ ആലോചിക്കുക. അതാണ് ഒറ്റ കാര്യം. കൊച്ചു പെൺകുട്ടിയല്ലേ, ചെറുപ്പക്കാരിയല്ലേ, കിട്ടിയാല് ആണുങ്ങളെ വിടൂ എന്ന് ചോദിക്കുമ്പോഴത്തേന് മിണ്ടിപ്പോകരുത് നീയും നിന്റെ ഒരു പിഴച്ച നാക്കും എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. ഗംഗേട്ടന്റെ ഭാര്യയും അടുത്ത് ഇതൊക്കെ കേട്ട് മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ഗംഗേട്ടൻ പറയാണ്, വൈജയ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇതിനു മുമ്പ് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോ വൈജ പറയാണ്, ചെയ്തിട്ടുണ്ട്. അത് 10-23 വർഷങ്ങൾക്ക് മുമ്പാ, അല്ലാതെ ഇപ്പോഴല്ല. മക്കളെല്ലാം വളർന്ന് വലുതായി, തന്നോളം എത്തിയിട്ടുണ്ട് എല്ലാവരും. 3 പേരായി മക്കള്. അവരൊക്കെ ഇനിയിപ്പോ അവരുടെ ഭാവി നോക്കേണ്ട സമയമായി. ആ സമയത്താണോ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ഞാൻ ഇപ്പോഴൊന്നും തെറ്റ് ചെയ്തില്ലല്ലോ, പണ്ടല്ലേ. അത് എനിക്കറിയാതെ സംഭവിച്ചു പോയി. അതിന് എന്നെ ഇപ്പോഴും ശിക്ഷിക്കേണ്ടത് ശരിയാണോ? അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, അയാളുടെ ഭാര്യയാക്കാനല്ല, അയാളുടെ സ്വന്തം മകളാണെന്നല്ലേ അയാൾ പറഞ്ഞത്. അങ്ങനെയാകുമ്പം 10-21 വർഷം മുമ്പുള്ള ബന്ധമല്ലേ അയാൾക്കും. പിന്നെ നിനക്കത് ക്ഷമിച്ചാൽ എന്താ കുഴപ്പം? എന്റെ പൊന്ന ഗംഗേട്ടാ, ഗംഗേട്ടന് എന്താ പറ്റിയത്? അതൊക്കെ അയാൾ ചുമ്മാ പറ്റിക്കാൻ പറയണതല്ലേ, അതൊന്നും സത്യമല്ല എന്ന് പറയാണ്. അങ്ങനെ നീ പറഞ്ഞാൽ മതിയോ? എനിക്ക് തോന്നുന്നില്ല. അതെ, ഞാൻ പറഞ്ഞാൽ മതി, എനിക്കുറപ്പാ. അതെ, അവളെ അയാൾ വെച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഗംഗേട്ടൻ തിരിഞ്ഞിട്ട് അവളുടെ കവളത്ത് ആഞ്ഞൊരടി അടിക്കുന്നുണ്ട്. വേണ്ട നീ വെച്ചോണ്ടിരിക്കുമ്പോൾ നീ സമ്മതിക്കില്ല അല്ലേ? നീയും നിന്റെ ഒരു വൃത്തികെട്ട നാക്കും പിന്നെ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗേട്ടന്റെ ഭാര്യ പറയുന്നുണ്ട്, വൈജയ് കാര്യങ്ങളൊന്നും അറിയാതെ നീ ഇങ്ങനൊന്നും സംസാരിക്കരുത്. അത് മാത്രമല്ല, നിന്റെ തെറ്റുകള് നീ ഇപ്പൊ മറച്ചു വച്ചിരിക്കുകയല്ലേ. അതെങ്ങാണം ബാലേന്ദ്രൻ ഒരു നിമിഷം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലേന്ദ്രനോ നിന്റെ മക്കളോ ആരെങ്കിലും അറിഞ്ഞാലേ നിന്നെ അവർ വെറുക്കും. അത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിക്കാണ്. ഇവൾ അപ്പോഴും ഒന്നും മിണ്ടാതിങ്ങനെ ആ ഒരു കലിപ്പിൽ ഇങ്ങനെ നിൽക്കാതിരിക്കും. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇനി നിനക്കറിയാത്ത കുറെ കാര്യങ്ങൾ കൂടി ഞാൻ അങ്ങോട്ട് പറയാം. അപ്പോഴേക്കും ഭാര്യ ഗംഗേട്ടൻ്റെ കയ്യിൽ പിടിക്കുകയാണ്, അത് പറയണോ എന്നൊരു അർത്ഥത്തില്.
അപ്പൊ ഗംഗേട്ടൻ ഇല്ല, അത് പറഞ്ഞേ പറ്റുള്ളൂ, ഇനിയും മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇവളുടെ അഹങ്കാരവും ഇവളുടെ ഇതെല്ലാം തലേ കയറിയിരിക്കുക, അതല്ലേ ഇറങ്ങണമെങ്കിലേ ഇനി ഇത് മാത്രമേ ഉള്ളൂ വഴി എന്ന് പറയുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ബാലചന്ദ്രനെ അറിയിക്കാൻ പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വായിച്ച ഞെട്ടി തിരിഞ്ഞ് നോക്കാണ്. എന്താ ഗംഗേട്ടനി പറഞ്ഞത്? ബാലചന്ദ്രനെ അറിയിക്കാനോ? അതോടുകൂടി ഞങ്ങളുടെ ജീവിതം അവസാനിക്കില്ലേ? പിന്നെ ഇപ്പം എന്താ, നീ ജീവിച്ചോണ്ടിരിക്കുകയാണോ? അല്ലല്ലോ, ഇപ്പോഴും നിന്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയല്ലേ. പിന്നെ അറിയിച്ചാൽ എന്താ പ്രശ്നം? അറിയിച്ച് രണ്ടുപേരും ഡിവോഴ്സായി നീ നിന്റെ മക്കളും എല്ലാവരും ഉപേക്ഷിക്കട്ടെ. നിന്റെ മക്കളെ ഉപേക്ഷിച്ച് അയാളുടെ കൂടെ പോട്ടെ. എന്നിട്ട് നീ ഇങ്ങനെ ഒറ്റാന്തരിയായിട്ട് എവിടെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. അതായിരിക്കും നിന്റെ തലക്കനവും അഹങ്കാരവും ഒക്കെ കുറയ്ക്കാൻ നല്ലത്. എന്താ ഗംഗേട്ടെ പറഞ്ഞത്? ഗംഗേട്ടെ പെങ്ങളല്ലേ ഞാൻ, എന്നിട്ട് എന്നോട് ഒരു മനസാക്ഷിയില്ലേ? നിന്നോട് മനസാക്ഷി കാണിക്കാൻ പോയതാണ് പ്രശ്നം. ഈ ഒരു സത്യം ഞാൻ ബാലത്തിന് പറഞ്ഞ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിനക്കത് ചിന്തിക്കാവുന്നതിലപ്പുറമല്ലേ? 10-23 വർഷം സ്വന്തം ഭാര്യ ഓർത്തൻ്റെ കൂടെ 8-9 മാസം കഴിഞ്ഞ് അതിനൊരു കൊച്ചുകൊണ്ടായി അതെല്ലാം മറച്ചു വെച്ച് അയാളെ കല്യാണം കഴിച്ചു നടന്ന നിമിഷം അയാളുടെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ന് പറയാണ്. വായിച്ച് പറയുന്നുണ്ട്, അതേ തെറ്റ് തന്നെ അങ്ങനെയാണെങ്കിൽ അയാളും ചെയ്തില്ലേ? അത് നീ അംഗീകരിക്കുന്നില്ലല്ലോ. നീ ഇപ്പോഴും അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനല്ലേ നീ ശ്രമിക്കുന്നത്? എൻ്റെ ഗംഗേട്ടനൊന്ന് എൻ്റെ അവസ്ഥ മനസ്സിലാക്ക്. മതി, നിന്റെ അവസ്ഥ മനസ്സിലാക്കാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. നീ വിചാരിക്കുന്നത് പോലെ അത് ബാലചന്ദ്രൻ്റെ മകളല്ല എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ആ ഗംഗേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ വേണ്ടാന്ന് തലയാട്ടുമ്പോൾ അവൻ തിരിഞ്ഞു നിന്നിട്ട് വൈജോട് പറയുന്നുണ്ട്, നീ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്. അലീന ആരുടെ മകളാണെന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറയുമ്പോൾ എന്താ ഗംഗേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, പണ്ടേ 10-23 വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. ആ ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? അന്നേ നീ പ്രസവിച്ചത് ഒരു പെൺകൊച്ചിനെയാ, അത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ ഗംഗേട്ടാ? അവള് ജീവനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ബാല്യം തന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു. ആ കുഞ്ഞിനെ വളർത്തി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചേനെ എന്ന് പറയുന്നുണ്ട്. എങ്കിലേ ഞാനൊരു കാര്യം പറയാം. അന്നത്തെ ആ കുഞ്ഞെ മരിച്ചു പോയിട്ടില്ല. നിന്റെ അച്ഛനും കുഞ്ഞിരാമൻ നായരും കൂടി കള്ളം പറഞ്ഞതാ അതെല്ലാം, നിന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇത് കേട്ട് ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ് വൈജ. എന്താ ഗംഗേട്ടനെ പറഞ്ഞതൊക്കെ? മരിച്ചില്ലെന്നോ? അന്ന് അച്ഛൻ പറഞ്ഞല്ലേ മരിച്ചെന്ന്? നിങ്ങളെല്ലാം പറഞ്ഞില്ലേ മരിച്ചു പോയെന്ന്? ഞങ്ങളും അങ്ങനെ തന്നെയാ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ നിന്റെ മകൾ മരിച്ചു പോയിട്ടില്ലായിരുന്നു. ആ കുഞ്ഞിനെ അച്ഛനും കുഞ്ഞിരാമൻ നായരും കൂടി ഒരു ഓർഫനേജിൽ കൊണ്ടാക്കി. ആ ഓർഫനേജിന്റെ പേര് സ്നേഹനികേതനമെന്നായിരുന്നു. അവിടെ പ്രജിത്ത എന്ന് പറഞ്ഞ ഈയിടെ മരിച്ചുപോയ ആ ഒരു മേഡം ഉണ്ടല്ലോ, മമ്മി, അവരുടെ കയ്യിലാ ആ കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിച്ചത് എന്ന് കേൾക്കുമ്പോഴേക്കും വൈജ ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. പിന്നെ ആ മേഡം, ആ മമ്മി ആ പെൺകുട്ടിക്ക് ഒരു പേരും കൊടുത്തു, അലീന എന്ന് പറയുമ്പോഴേക്കും അവൾ ഞെട്ടിത്തിരിഞ്ഞ് ഗംഗേട്ടനെ നോക്കാണ്. ഷോക്ക് അടിച്ചതുപോലെ അവൾ ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ്റെ ഭാര്യ അടുത്തു പോയിരുന്നിട്ട് പറയാണ്, അതേ വൈജെ, ഈ സത്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് മാത്രമല്ല, ശിവനും രാജീവനും കൃഷ്ണമോക്കും സഹിതം അറിയാം എന്ന് പറയുമ്പോഴേക്കും അവൾ വീണ്ടും ഷോക്കാവുന്നുണ്ട്. നിന്റെ മകളാ അലീന, നിന്റെ സ്വന്തം ചോരൽ പിറന്ന കുഞ്ഞാണ് അലീന എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ ആകെപ്പാടെ വിറച്ചു പോവാണ്. എന്തൊക്കെയായി കേൾക്കുന്നത്? അതെങ്ങനെ സാധിക്കും? മരിച്ചു പോയെന്ന് ആ അച്ഛൻ പറഞ്ഞല്ലേ? അവള് കള്ളം പറഞ്ഞതായിരിക്കും, എൻ്റെ മകളൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയുന്നുണ്ട്, വർണ്ണക്കിടക്കേന്ന് ചാടി എഴുന്നേറ്റ് ആ മേഡം എന്തിനാ വന്നെന്നറിയോ? അവർ മരിച്ചു പോകുന്നതിന് മുമ്പ് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് അലീന തിരിച്ചേൽപ്പിക്കാൻ. അതുകൊണ്ടാ നമ്മുടെ ഒട്ടു സുഖില്ലാതെ അച്ഛൻ പോലും അവരെ കാണാൻ വേണ്ടി കഴക്കൂട്ടം വരെ പോയത്. അവിടെ ചെന്ന് അലീനെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നു. എങ്ങനെയൊക്കെയാണേലും അവസാന സമയം തൻ്റെ കൊച്ചുമകള് തൻ്റെ തറവാട്ടിൽ കാണണമെന്നാണ് നമ്മുടെ അച്ഛൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവസാനമായിട്ട് അച്ഛനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആഗ്രഹിച്ചില്ലേ, അതും ഈ അലീനയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവക്ക് സത്യങ്ങളൊക്കെ അറിയോ? അവക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടാ അവൾ ഇങ്ങോട്ടേക്ക് വന്നതും. നിന്നെ ഒന്ന് കാണാൻ മാത്രമാണ് അവൾ ഇങ്ങോട്ട് വന്നത്. ഒരു ഹോം നേഴ്സിന്റെ വേഷം കെട്ടി നിന്നെ ഒന്ന് കണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് തിരിച്ചു പോകാനായിരുന്നു അവളുടെ ഉദ്ദേശം. അതിനിടയിലാണല്ലോ നീ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയത്, അവളൊരു വേലക്കാരിയാക്കിയത്. നീ എന്തൊക്കെയാ ആ പാവം പെണ്ണോട് ചെയ്യുന്നുള്ള കാര്യം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അവൾ പൊട്ടിക്കരയുന്നു കേട്ടോ. എനിക്കറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
അപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സത്യങ്ങളെല്ലാം ബാലേന്ദ്രൻ അറിയോ? അപ്പോഴേക്കും ഗംഗേട്ടൻ തിരിഞ്ഞിട്ട് പറയാണ്, അറിയാം, അവനെ ആദ്യം എല്ലാം അറിഞ്ഞത്. ഇത് കേട്ടപ്പോൾ വൈജ ഒന്നുകൂടി ബോധം കെട്ട അവസ്ഥയിലായിട്ടോ. ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്നറിഞ്ഞ് അവൾ ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. ബാലേന്ദ്രൻ അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? എൻ്റെ മകളാണെന്ന് അയാൾ അങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടൻ പറയാണ്, രേവതിക്കുട്ടിയും അലീനയുമായിട്ട് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ആ സമയത്ത് രണ്ടുപേരുടെയും വോയിസ് റെക്കോർഡ് അതിൽ കിടന്നതാ. ബാലേന്ദ്രൻ യാദൃശ്യമായിട്ട് അത് കാണാനിടയായിട്ടുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ നേരെ നീലഗിരിക്ക് വന്നിരുന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് കുറേ ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഞങ്ങളോടങ്ങനെ സത്യങ്ങളെല്ലാം പറയുകയും അലീന മകളാണെന്നും അപ്പോൾ അയാൾ പറഞ്ഞില്ല. വൈദ്യൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് അവൻ നടക്കുന്നത് ഭയങ്കര ബഹളമായിരുന്നു. അതിനുശേഷമാണ് അവൻ അറ്റാക്ക് ഉണ്ടായതും അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതും ആ പ്രശ്നങ്ങളെല്ലാം ആ വീട്ടിലുണ്ടാക്കിയതും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ വൈജ. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇവളും കൂടി ഒരു തവണ കടപ്പാട്ടൂരേക്ക് വന്നിരുന്നു. വേറെ ആരും ഇല്ലാത്ത സമയത്ത് അലിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അലിന നിന്റെ മകളാണെന്ന്. അവൾ പറയാതെ ഞാനിത് മനസ്സിലാക്കിയതാ. ഇത്രയും കാലമായിട്ടും പെറ്റമ്മയായിട്ട് പോലും നിനക്കിത് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അതങ്ങനെ നിന്റെ മനസ്സിൽ ദേഷ്യവും വിദ്വേഷവും അഹങ്കാരമൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ സ്വന്തം മകളെ മനസ്സിലാക്കുന്നതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അലീന ഒന്നും പറയാനില്ലാതെ ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ. സോറി, അലീന അല്ല, നമ്മുടെ വൈജ. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഗംഗേട്ട ജീവിച്ചിരിക്കുന്നത്? എൻ്റെ ഭർത്താവ് എല്ലാ സത്യങ്ങളും അറിഞ്ഞില്ലേ? എൻ്റെ കൃഷ്ണമോളും എല്ലാം അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ബാക്കി രണ്ടുപേരും എല്ലാം അറിയും. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത് എന്നൊക്കെ പറയുമ്പം ഗംഗേട്ടൻ പറയാണ്, നീ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞെന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് നിന്റെ മകളെ സ്നേഹിച്ച് നിന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് സോപ്പിട്ട് വഷളാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഗംഗേട്ടൻ്റെ ഭാര്യയും പറയുന്നുണ്ട്, അതാ വൈജി ഇനി വേണ്ടത്. ഇനിയിപ്പോൾ നിനക്ക് വേറൊരു നിലനിൽപ്പില്ല. നിന്റെ മറ്റു രണ്ട് മക്കളും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണമോൾ അറിഞ്ഞതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാകാനും പോകുന്നില്ല. നീ എങ്ങനെയെങ്കിലും കടപ്പാട്ടൂരേക്ക് തിരിച്ചു പോകണം. നിന്റെ ദേഷ്യവും ഈ അഹങ്കാരവും ഈ ഒരു ഹെഡ് വെയിറ്റ് ഒക്കെ മാറ്റി വെച്ച് ബാലനോട് വളരെ സൗമ്യമായിട്ടും താഴ്മയോടെയും സംസാരിച്ച് അയാളെ നീ നിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം സമയം കിട്ടുമ്പോൾ സമയം പോലെ നീ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാളോട് ക്ഷമ ചോദിക്കണം. അങ്ങനെ നിനക്ക് നിന്റെ സ്വന്തം മകളെയും കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവർ മനസ്സിലാക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ തകർന്നൊരവസ്ഥയിൽ അവൾ നിൽക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയാണ്, ഇനിയിപ്പോൾ നിന്റെ തീരുമാനത്തിലാണ് എല്ലാം. തൽക്കാലം നീ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ബാലേന്ദ്രനും അലിനെ അറിയണ്ട. അറിയാതെ വേണം നീ നിന്റെ മക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു പോവാന്. എന്നിട്ട് ഇതുവരെ കണ്ട വൈജി ആയിരിക്കരുത് ഇനിയിപ്പോൾ ബാലേന്ദ്രന് മുമ്പിലേക്ക് പോകേണ്ടത്. ഇനി നീ പോയിട്ട് അയാളെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കാതെ നീ ഒന്ന് താഴെ ശ്രമിക്കണം. നീ അയാളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറി അയാളുടെ ക്ഷമയൊക്കെ പറഞ്ഞ് അയാളുടെ നല്ലൊരു ഭാര്യയായി നല്ലൊരു മക്കളുടെ അമ്മയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ അയാൾ അതൊക്കെ നിന്റെ സ്നേഹത്തിന് മുമ്പിൽ അതൊക്കെ അങ്ങ് മറന്നോളും. പണ്ട് തൊട്ടേ ബാലേന്ദ്രൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാണ്. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ നീ ഏതെങ്കിലും ഒരു അവസരത്തിൽ അയാളോടൊന്ന് പറഞ്ഞാൽ മതി ഈ സത്യങ്ങളെല്ലാം. കരഞ്ഞ് കാല് പിടിച്ചാലേ അയാളെല്ലാം ക്ഷമിച്ചോളും. അയാളുടെ മനസ്സിൽ ഇപ്പോഴും നീ ചതിച്ചാലുള്ള ദേഷ്യമാണ്, നിന്റെ ഇപ്പോഴത്തെ അഹങ്കാരത്തിനുള്ള ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഗംഗേട്ടൻ പറയാണ്, ഞാൻ ഇവളും നീലഗിരിയിലേക്ക് തിരിച്ചു പോവാ. അതിനു മുമ്പേ നിന്നെ അവിടെ കൊണ്ടാക്കാന്ന് ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ട് ഇവിടെ നിറയിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തും ബബിതയൊക്കെ വന്ന് കയറുന്നുണ്ട്. വൈജിയാണെങ്കിലോ വല്ലാത്തൊരു മാനസികാവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടിയും കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് മുത്തശ്ശീനെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരെയും കൊണ്ട് ഗംഗേട്ടൻ നേരെ കടപ്പാട്ടൂരേക്ക് പോകണുണ്ട് കേട്ടോ. അങ്ങനെ വൈജയനെ അവിടെ കൊണ്ടാക്കാണ്. ബാലേന്ദ്രൻ ഇത് കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. അവൻ ഗംഗേനോട് ചോദിക്കുകയാണ്, സത്യങ്ങളെല്ലാം ഗംഗേട്ടൻ അവളോട് പറഞ്ഞോ? ബാലേന്ദ്ര, ഇപ്പം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മറ്റൊരു വൈജിയാ. അതുമാത്രം നീ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഇനി ദയവ് ചെയ്ത് അവളോട് നീ പഴയ ദേഷ്യമോ വാശിയോ ഒന്നും കാണിക്കരുത്. രണ്ടുപേരും കൂടി എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ വൈജയനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഗംഗേട്ടനും ഭാര്യയും കൂടി തിരികെ പോകാനുണ്ടോ. അപ്പോൾ വൈജ തിരിച്ചു വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വലിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റോറി പറഞ്ഞാൽ തികയില്ല. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഹൈപ്പോടെ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.